ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് സൂചി ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവ്. അതിനായി ആദ്യം തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് ഇടേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് കരിവേപ്പില ഇട്ടിട്ടുണ്ട്. കരിവേപ്പില ആഡ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി ചോപ്പ് ചെയ്തത് ഇടണം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് സവാള ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാം ചോപ്പ് ചെയ്തിട്ടാണുള്ളത്. ഇതിലിപ്പോൾ സവാളയാണ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്. അത് നന്നായി കരിയാതെ സൂക്ഷിക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ക്യാരറ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും ഇതേപോലെ കുഞ്ഞുനായി ചോപ്പ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ബീൻസാണ് ഇട്ട് എടുക്കുന്നത്. ഇത് നൈസ് തിക്നെസ് ആക്കിയാണ് അരിഞ്ഞു വെക്കണത്. മിക്സ് ചെയ്യണം. അതിന് പച്ചമുളകാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കോവക്കയാണ് ആഡ് ചെയ്യുന്നത്. ഒരെണ്ണത്തിന് 4 മുറിച്ച് കുഞ്ഞു കുഞ്ഞായിട്ടാണ് ചോപ്പ് ചെയ്തിരിക്കുന്നത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ. കരിഞ്ഞ് പോകാതെ സൂക്ഷിക്കണം. അത് കഴിഞ്ഞിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത്യാവശ്യത്തിന് ആഡ് ചെയ്തെടുക്കണം. കുറച്ച് കപ്പലണ്ടി ആഡ് ചെയ്തൊക്കെയാണ്. ഇത് ആവശ്യത്തിന് ആഡ് ചെയ്യാം. ഇത് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാനാണ് ഇപ്പം ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തത് കുതിർത്ത് വച്ചിരിക്കുന്ന സൂചി ഗോതമ്പാണ് ഇട്ടിരിക്കുന്നത്. നന്നായിട്ട് കുതിർന്നൊന്നുമില്ല. ഒരു അത്യാവശ്യം ഒരു കുതിർന്നിട്ടുള്ളത് സോക്കഡ് ആയിട്ടുള്ളത് ഇളക്കി കൊടുക്കുക. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറിയൊക്കെ ചേർത്ത് കൊടുക്കുക. ഇതിന് കുറച്ചും കൂടെ ടേസ്റ്റിയാണ് കപ്പലണ്ടിയും കോവക്കയും ഇതിൽ ചേർത്തിട്ടുള്ളത്. തേങ്ങയും അതിന് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്.
4 മണി പലഹാരത്തിനൊപ്പം ചായയുടെ കൂടെ ബെസ്റ്റ് കോംബോയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം ഇത്. അത് കഴിഞ്ഞിട്ട് മല്ലിയില കട്ട് ചെയ്തിട്ടുള്ള ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ നമ്മളിപ്പോൾ സാധാ പച്ചവെള്ളം ആഡ് ചെയ്തിട്ടൊന്നുമില്ല, തേങ്ങ പാല് തന്നെ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ എണ്ണയും, ആദ്യം കടുക് വറുത്തപ്പോൾ എണ്ണ. 10 മിനിറ്റ് ഒന്ന് വെച്ച് വെയിറ്റ് ചെയ്യണം. നെയ്യ് അല്പം ചേർത്ത് കൊടുക്കുക. നെയ്യ് ഇഷ്ടമല്ലാത്തത് ബട്ടർ വേണമെങ്കിൽ ചേർക്കാം. കുറച്ച് കൊണ്ട് ടേസ്റ്റ് നെയ്യിൽ തന്നെയാണ്. ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർക്ക് വൈകുന്നേരത്തേക്കുള്ള ഇതാണ്. നന്നായി ഇളക്കി കൊടുക്കുക. ഇത് കഴിഞ്ഞ് പോകാതിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. സൂചി ഗോതമ്പ് ഓവറായിട്ട് കുതിർന്നാലും കുഴപ്പമില്ല. പക്ഷെ ഇത് പാർശ്ശരിയാണ് കുതിർന്നിട്ടുള്ളത്. അത് കുറേ നേരം ഒന്നും ഇട്ടിക്കണ്ട, ജസ്റ്റ് ഒരു 5-10 മിനിറ്റ് മാത്രം. ഇതിൻ്റെ അകത്ത് കിടന്ന് നല്ലൊരു വെന്തോളം കുറച്ച് നേരം മൂടി വെക്കുക. ചെറിയ തീയിൽ ഉപ്പുമാവ് റെഡിയാണ്. കുറച്ചും കൂടെ കഴിയുമ്പോൾ ഉപ്പുമാവ് റെഡിയാവും. അപ്പം ചെറുതായിട്ടും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഉള്ളത്. കുറച്ച് നേരം നമുക്ക് മൂടി വയ്ക്കാം. മീഡിയം ഫ്ലെയിം. ചായയുടെ കൂടെ ബെസ്റ്റ് കോംബോ ആണ്, മസ്റ്റ് ട്രൈ ആണ്. ഉപ്പുമാവപ്പുറം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് നമ്മളിപ്പോൾ ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഇതിൽ മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുത്താൽ ഏറ്റവും നല്ല ടേസ്റ്റായിരിക്കും. വേണമെങ്കിൽ നമുക്ക് മറ്റേ ഡ്രൈ ഫ്രൂട്ട്സും മറ്റേ റൈസിൻസും വാൾനട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ആൽമണ്ടും കാഷ്യൂ ഒക്കെ ചേർക്കാം. ബൈ. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്കും ചെയ്യുക. ബൈ.